السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن جابر رضي الله عنه قال: جاء رجل إلى النبي صلى الله عليه وسلم فقال: يا رسول الله، رأيت في المنام كأن رأسي قطع. قال: فضحك النبي صلى الله عليه وسلم وقال: إذا لعب الشيطان بأحدكم في منامه فلا يحدث به الناس. റവാഹു മുസ്ലിം. പ്രിയപ്പെട്ട റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പ്രിയ പണ്ഡിതന്മാരെ, ഇന്നത്തെ നമ്മുടെ വിഷയം തലമുറിക്കപ്പെട്ടതായി ഒരാൾ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം, എന്താണ് ഇമാമിയങ്ങൾ അതിനെക്കുറിച്ച് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് വ്യാഖ്യാനങ്ങൾ നൽകിയത്, എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് ചില ഭാഗങ്ങൾ ഇമാം നവവി തങ്ങൾ വിശദീകരിച്ചത്, ആ സ്വപ്ന വ്യാഖ്യാനം നമുക്ക് കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആദ്യം ഹദീസ് കേൾക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ജാബിർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം. അവിടുന്ന് പറയുന്നു: ജാഅ റജുലുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പുരുഷൻ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, അവിടുന്ന് പറഞ്ഞു: യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റഅയ്തു ഫിൽ മനാമി കഅന്ന റഅസി ഖുതിഅ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, ഉറക്കത്തിൽ എൻ്റെ തല മുറിക്കപ്പെട്ടതായി സ്വപ്നം കണ്ടു നബിയെ, എൻ്റെ തല അങ്ങനെ മുറിക്കപ്പെട്ടതായി ഞാൻ സ്വപ്നം കണ്ടു നബിയെ. കാല, റാബി പറയുന്നു, ഫളഹിക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതങ്ങോട്ട് കേട്ടപാട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പുഞ്ചിരിച്ചു. നബി തങ്ങൾക്ക് ചിരി വന്നു. വഖാല, എന്നിട്ട് പറഞ്ഞു: ഇദാ ലഅബ ശൈത്വാനു ബി അഹദികും ഫീ മനാമി ഫലാ യുഹദ്ദിസു ബിഹിൻ നാസ്, നിങ്ങളുടെ ഉറക്കത്തിൽ ശൈത്താൻ നിങ്ങളുമായിട്ട് കളിച്ചാൽ, നിങ്ങൾക്ക് ദുസ്വപ്നം അവൻ കാണിച്ചു തന്നാൽ, ആ വാർത്ത നിങ്ങൾ ജനങ്ങളോട് പറയരുത്. നല്ല വാർത്തയാണെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, മോശമായ വാർത്തയാണെങ്കിൽ അത് നിങ്ങൾ ജനങ്ങളോട് പറയരുത് എന്ന് മുത്തുനബി തങ്ങൾ അവിടുന്ന് താക്കീത് നൽകുകയും ചെയ്തു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട്, ഈ വിശദീകരണം ആ വ്യക്തിക്ക് മാത്രമാണോ? അല്ല കേട്ടോ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ സ്വപ്നത്തെ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാര് ഈ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത്, ഈ സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അത് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ദുസ്വപ്നമാണ് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം, ആ സ്വപ്നത്തെക്കുറിച്ച് പ്രത്യേക ധാരണ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തി കണ്ടത് കേട്ടോ. അത് അല്ല, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നബി തങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വഹി വന്നിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ ഉണ്ടായ ലക്ഷണങ്ങൾ നോക്കിയാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് വിശദീകരണം നൽകിയത് എന്നും ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം. എന്നാൽ ഈ രൂപത്തിൽ ഒരാൾ സ്വപ്നം കണ്ടാൽ അത് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പേടിപ്പിക്കൽ മാത്രമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അതിന് പല വ്യാഖ്യാനങ്ങളും ഉണ്ട് എന്നാണ് പണ്ഡിതന്മാര് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഈ സ്വപ്നം പല വ്യക്തികളും കണ്ടാൽ പല വ്യാഖ്യാനമാണ് വരുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്ന്, ഈ സ്വപ്നം കണ്ടത് ഈ സ്വപ്നം കണ്ട ആള് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള പല അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ വളരെ മുമ്പിലായിരിക്കും അയാൾ, അപ്പൊ അതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇവിടെ അദ്ദേഹത്തിന്റെ മുകളിലുള്ള ആള് വിട്ടുപിരിഞ്ഞു പോകും.
അധികാരം നഷ്ടപ്പെട്ടു പോകും എന്നും വ്യാഖ്യാനമുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. അതുപോലെ ഇത് എല്ലായിടത്തും, ഈ സ്വപ്നം കണ്ടാൽ ഇത് എല്ലായിടത്തും ഒരു ദുഃഖം വരുന്ന ഒരു വാർത്തയാണെന്ന് ആരും വിചാരിക്കരുത്. ഇത് എല്ലായിടത്തും ദുഃഖം നൽകുന്ന ഒരു വ്യാഖ്യാനമാണോ? അല്ല, അങ്ങനെ അതായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അത് സന്തോഷം ആകാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ അത് സന്തോഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വ്യാഖ്യാനം സ്വപ്നം കണ്ടവരുടെ സാഹചര്യങ്ങളും അവരുടെ പശ്ചാത്തലവും നോക്കി ആയിരിക്കും അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വപ്നം കണ്ടാൽ കൃത്യമായി അറിവുള്ളവരോട് ചോദിച്ച് തീരുമാനിക്കേണ്ടതാണ്. ആരോടെങ്കിലും പോയിട്ട് ഞാൻ ഇന്ന സ്വപ്നം കണ്ടിട്ടുള്ള ഉസ്താദേ, ഇന്നത്തെ കാര്യങ്ങൾ എന്താ ഇതിന്റെ വ്യാഖ്യാനം എന്ന് വെച്ചാൽ ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു തരും. അങ്ങനെ എന്തെങ്കിലും അവർ പറഞ്ഞു കേട്ടാൽ ചിലപ്പോൾ നമ്മൾ എന്താക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടിയും വരും. അതെ, മറ്റൊരു വ്യാഖ്യാനം, ഒരു രോഗിയാണ് ഇത് കണ്ടത് എങ്കിൽ അവന്റെ രോഗം പെട്ടെന്ന് സുഖപ്പെടുമെന്നും വ്യാഖ്യാനമുണ്ട്. മനസ്സിലാപ്പോ? അതുപോലെ ഒരു കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണ് ഇത് കണ്ടത് എങ്കിൽ അവന്റെ കടം പെട്ടെന്ന് വീട്ടാനും അതിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. കടമൊക്കെ വീട്ടി അവൻ രക്ഷപ്പെടും എന്നും ഇതിനെക്കുറിച്ച് വ്യാഖ്യാനമുണ്ട്. അതുപോലെ വല്ലാതെ ടെൻഷൻ അനുഭവിക്കുന്ന ആളാണ് ഇങ്ങനെയുള്ള ഈ സ്വപ്നം കണ്ടത് എങ്കിൽ അവന്റെ ടെൻഷനൊക്കെ പോയി അവൻ നല്ല റാഹത്താകുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തീരെ ഹജ്ജും ഉംറയൊന്നും ചെയ്യാത്തവരാണ് ഇത് കണ്ടത് എങ്കിൽ അവൻ വളരെ പെട്ടെന്ന് ഹജ്ജും ചെയ്യാനുള്ള തൗഫീഖ് അവനിക്ക് ഉണ്ടാകുമെന്നും ഈ സ്വപ്നത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് ശറഅ് മുസ്ലിം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം വ്യാഖ്യാനങ്ങൾ ഈ കിതാബിൽ പറയുന്നുണ്ട്. അതെല്ലാം വായിച്ചാൽ ഇപ്പോൾ നമ്മുടെ വോയിസ് നീണ്ടുപോകും. ഇൻഷാ അല്ലാഹ് സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് വീണ്ടും ഹദീസുകൾ നാളെയും മറ്റന്നാളിലായിട്ട് ഇൻഷാ അല്ലാഹ് ഹദീസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കാം. അള്ളാഹു എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.